ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹമാസിന്റെ മേധാവി ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തിരിച്ചടി ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവുമോ എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരെയും സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ ചില പ്രത്യേക പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഒരു വാർത്ത സൃഷ്ടിച്ചിട്ടുണ്ട്. വലിയ ആവേശം കൊടുത്തുകൊണ്ട് ഇറാനിൽ ചുവന്ന പതാക ഉയർത്തിയിരിക്കുന്നു. റിവഞ്ച് പതാക, പ്രതികാരത്തിന്റെ പതാക ഉയർത്തിയിരിക്കുന്നു. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്ത വന്നിട്ടുണ്ട്, ഇറാനിൽ ചുവന്ന പതാക ഉയർത്തിയെന്നൊക്കെ. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ വലിയ ആവേശത്തിലാണല്ലോ ഈ ഒരു വാർത്ത കൊടുക്കുക. ഈ ഒരു വാർത്ത വന്നതോടുകൂടിയിട്ട് സകല തീവ്ര ചിന്താഗതിക്കാരും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഞാൻ അവരുടെ ആവേശം വിതറുന്ന ഒരു ഉദാഹരണത്തിന് 2 കമൻ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ആദ്യത്തെ കമൻ്റാണ്: ഇസ്രായേലിൻ്റെ കാര്യത്തിൽ തീരുമാനമായി കിട്ടി, ഇറാന് ഇസ്രായേലിനെ അങ്ങ് തീർക്കുമെന്നാണ് ഇവരൊക്കെ കരുതുന്നത്. രണ്ടാമത്തെ കമൻ്റാണ്: അടിക്കുമ്പോൾ ചുമ്മാ അടിക്കരുത്, തരിശു ഭൂമിയാക്കണം, വിടരുത്. ഇവരുടെയൊക്കെ ഉള്ളിലൊക്കെ നിങ്ങളൊന്ന് തീവ്ര ചിന്താഗതിയുടെയൊക്കെ ഒരു അളവ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇറാൻ ഇസ്രായേലിനെ അങ്ങ് മലമറിക്കുമെന്നാ ഇവിടെ കുറെ മൊണ്ണകള് കരുതി വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതേപോലെ തന്നെ 2020 നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് ഒരു ഉദാഹരണത്തിന്, മനോരമയുടേതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 2020 വന്ന വാർത്തയാണ് കേട്ടോ. യുദ്ധകാഹളം മുഴക്കി ഇറാനിൽ ചുവപ്പ് കൊടി ഉയർന്നു എന്ന് നിങ്ങൾ കേട്ടില്ലേ? അതായത് 2020 വന്ന വാർത്ത. ഇതേ മനോരമ ഇത്തവണയും ഇതേപോലെ വാർത്ത കൊടുത്തിട്ടുണ്ടോ എന്നത് ഞാൻ നോക്കിയില്ല. ഇവർ പ്രത്യേകിച്ച് ആവേശം വിതറിക്കൊണ്ട് ഇതുപോലൊരു വാർത്ത ഇറാനിൽ ചുവന്ന കൊടി ഉയർത്തിയതിന് കൊടുത്തിട്ടേയില്ല. കാരണം മനോരമയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായി 2020 കൊടി ഉയർത്തിയിട്ട് ഒരു ചുക്കും ഇറാനിൽ സംഭവിച്ചിട്ടില്ല, ഇറാൻ അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന്. അതായത് 2020 ഇറാനിന്റെ സൈനിക മേധാവി ഖാസിം സുലൈമാനിയെ അമേരിക്ക കൊലപ്പെടുത്തിയ സമയത്തായിരുന്നു ഇതുപോലൊരു ചുവപ്പ് കൊടിയൊക്കെ ഉയർത്തിയത്. അന്ന് പോലും ഇറാന് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെയാണോ ഈ 2024 ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ മേധാവി കൊല്ലപ്പെട്ടതിന് ഇറാൻ എന്തെങ്കിലും ചെയ്യുക? സ്വന്തം രാജ്യത്തെ സൈനിക മേധാവിയെ അമേരിക്ക കൊലപ്പെടുത്തിയിട്ട് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കാത്ത ഇറാൻ ഇന്ന് എന്ത് മലമറിക്കാനാണെന്ന് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി ഇറാൻ ഇസ്രായേലിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഈ മൊണ്ണകളൊക്കെ കരുതുന്നുണ്ടോ? ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താ? അവരുടെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. ആ വാർത്ത നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതല്ലേ. എങ്ങനെയായിരുന്നു ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത്? ഹെലികോപ്റ്റർ അപകടത്തിൽ. ആ ഹെലികോപ്റ്ററിന്റെ അവസ്ഥ എന്തായിരുന്നു? ഈ കാലഘട്ടത്തിൽ ഒരു ഹെലികോപ്റ്റർ കണ്ട വ്യക്തി ഇബ്രാഹിം റൈസി സഞ്ചരിച്ചിട്ടുള്ള ഹെലികോപ്റ്ററിനെ തകരപ്പെട്ടിയായിട്ട് കാണാൻ സാധിക്കൂ. അതായത് ഒരു രാജ്യത്തെ പ്രസിഡന്റ് പോലും 80കളിലെ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഒരു ഗതികെട്ട രാജ്യമാണോ ഇസ്രായേലിനെ അങ്ങ് മലമറിക്കുമെന്നൊക്കെ ഇവിടെ കുറെ മൊണ്ണകള് കരുതുന്നത്? ഇറാനൊന്നും ഒരു ചുക്കും ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു യുദ്ധവും ഇതൊക്കെ ആയിട്ട് ഒരു പ്രതികാരത്തിനൊക്കെ ഇറങ്ങണമെങ്കിൽ എന്തെങ്കിലും ഈ കാലഘട്ടത്തിൽ അത്യാധുനിക സംവിധാനങ്ങൾ വേണം. പ്രസിഡന്റ് പോലും സഞ്ചരിച്ചതൊരു തകരപ്പെട്ടിയിൽ. അവരെന്ത് മലമറിക്കാനാ? ഇനി എന്തെങ്കിലും ഒന്ന് ഇറാൻ ചെയ്താൽ ഇറാന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു ഗാസയുണ്ടാവും എന്നല്ലാതെ എന്താണ് സംഭവിക്കുക? ഇവിടെ കുറെ തീവ്ര ചിന്താഗതിക്കാരുണ്ട്. ഇറാൻ പോയിട്ട് ഇസ്രായേലിനെ അങ്ങ് തീർക്കുമെന്ന്. ഒരു ചുക്കും ഇറാനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.